ഹലോ അസ്സലാമലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ ഇന്നലെ മൂല്യന്മാരെ ചിലവിനല്ലോ. അപ്പോൾ അതിൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള പണിയാണ്. അപ്പോൾ മക്കളെ ഇപ്പോൾ ചിക്കൻ കിട്ടിയിട്ടില്ല. മക്കളൊക്കെ വരുമ്പോൾക്ക് നേരെ ഒരുപാടാകും. ഇപ്പോൾ SPC ഉണ്ട്. അതുകൊണ്ട് തന്നെ 5:30 ആവട്ടോ. അങ്ങോട്ട് വേണം. ആകെ ഒരു ബേജാറാണ്. എന്താ വെച്ചാൽ മഗ്‌രിബിൻ്റെ വാങ്ക് കൊടുത്താൽ നമുക്ക് ചോറിന് വരും. അപ്പോൾ അവൾക്ക് ആവണമല്ലോ. അപ്പോൾ റബ്ബേ കിട്ടൂല എന്നുള്ളൊരു ആകപ്പാടൊരു ബേജാറ്. അപ്പോൾ ഞാൻ മോളിനോട് പറഞ്ഞു, മോളോ ഏതായാലും ഹൈമൊന്ന് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞ് ഓളങ്ങനെ വെച്ച് പോയതാട്ടോ. അപ്പോൾ ഏതായാലും മക്കൾ എളുപ്പം തന്നെ നെയ്ച്ചോറ് മന്തി ഉണ്ടാക്കണം എന്ന് കരുതിയത്. പക്ഷെ അത് നടക്കൂല. നമുക്ക് നേരം വൈകി സാധനം കിട്ടിയാൽ പിന്നെ അത് നടക്കൂല. അപ്പോൾ ഞാൻ ഏതായാലും എളുപ്പം തന്നെ നെയ്ച്ചോറാക്കി വെക്കട്ടെ ഇനി. അപ്പോൾ സൂവിനെ കൊണ്ട് ഞാൻ എളുപ്പം ഇവിടെ ചെറിയൊരു പീടിയുണ്ട്. ആ പീടിയിൽ നിന്ന് 1 കിലോ അരിയൊക്കെ വാങ്ങിക്കൊടുന്ന് എളുപ്പം നെയ്ച്ചോറാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയും ക്യാരറ്റും അതേമാതിരി ഏലക്കായും പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടുങ്ങാണ്ട് എളുപ്പം ഞാൻ കുക്കർക്ക് അത് ഒഴിച്ചിക്കണം കേട്ടോ. അങ്ങനെ മക്കളെ ഞാൻ ചോറൊക്കെ ഇതാക്കണം അതിക്ക് ഇടുകയാണ്. അപ്പോൾ വലിയ കുക്കറിന് എടുത്തേക്കണം. 2 കിലോ അരിയൊക്കെ ഉണ്ട് കേട്ടോ. 4-5 ആൾക്കാരുണ്ട്, ഉസ്താദുമാർ, പിന്നെ നമ്മളും ഇല്ലേ, പിന്നെ അമ്മക്ക് കുടിയൊക്കെ അങ്ങോട്ടും കൊടുക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ 2 കിലോനൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഏതായാലും ചോറ് അവിടെ റെഡി ആയി കിട്ടുമല്ലോ. പിന്നെ ചിക്കനൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ അതൊന്ന് ശരിയാക്കി വെച്ചാൽ പിന്നെ അത് എളുപ്പമുണ്ടല്ലോ പണി. അപ്പോൾ ഏതായാലും ചോറ് ഞാൻ അതിക്കിട്ട് വെച്ചേക്കണം കേട്ടോ. പിന്നെ അത് നല്ലോണം ഇളക്കി തിളച്ചിട്ട് പിന്നെ ഒരൊറ്റ വിസിലടിച്ചാൽ മതി വലിയ കുക്കറിൽ കേട്ടോ. എന്നാൽ തന്നെ അടിയിൽ ചിലപ്പോൾ ഒരു ചുവന്ന കളർ ഉണ്ടാവും. ഈ വലിയ കുക്കറായി അറിയോ അങ്ങോട്ട് തിളച്ചെടുക്ക് കിട്ടുമ്പോൾ നേരെ അങ്ങോട്ട് ഇതാകുകയാണ്. അപ്പോൾ ഒരു വിസിലടിച്ചാണ്ട് ഒന്നും അങ്ങോട്ട് സിമ്മിൽ വെക്കോളൂ കേട്ടോ. ഞാൻ ഏത് കുക്കറിലും അതിനെ കാട്ടും. അപ്പോൾ പാകത്ത് വെറുവേനുള്ള ചോറായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഏതായാലും നെയ്ച്ചോറ് അവിടെ ഉണ്ട് റെഡിയാക്കി വെച്ചിരിക്കണം. പിന്നെ ചിക്കനക്കില്ല ഉള്ളിയും ഇതൊക്കെ തോലും ഒളിച്ച് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാനതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടില്ല ഇനി. അപ്പോൾ നല്ല മിനിമൻ്റെ നെയ്യ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അങ്ങനെ ഏതായാലും മക്കളെ ചിക്കൻ വെക്കാതെ ഞാൻ ഉരുളിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഒരു 3-4 സവാള എടുത്തങ്ങാണ്ട് എളുപ്പം തന്നെ കുക്കറിൽ ഞാൻ പിന്നെ ഒരു വിസിലടുപ്പിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഒന്ന് എളുപ്പം അങ്ങോട്ട് കുഴഞ്ഞ് കിട്ടുമല്ലോ. മറ്റേത് നമ്മളിങ്ങനെ പിന്നെ ഇളക്കി കുത്തിരിക്കണം, ഗ്യാസിനും ചിലവാണ്. അപ്പോൾ ഞാൻ എളുപ്പം തന്നെ കുക്കറിൽ വിസിലടുപ്പിച്ച് അവിടെ വെച്ചിരിക്കണം. അപ്പോൾ ഇതാക്കണം മക്കളെ എല്ലാം പാടെ വീഡിയോ എടുത്തുകൊണ്ട് കുത്തിരിക്കാനുള്ള സമയം ഇല്ലേനും കുറേ സമയം ഇരിക്കണം. മക്കൾ 4:30 വന്നിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ അപ്പൊക്കെ ചോറ് കൊണ്ടുപോകാൻ വരും കേട്ടോ. അപ്പോൾ ഇതായിട്ടില്ലെങ്കിൽ നമുക്ക് ഗതികേടല്ലേ. അങ്ങനെ ഉള്ളിയൊക്കെ വാടി കിട്ടിയിരിക്കണം. ഉള്ളിയൊക്കെ വാടുമ്പോൾ ചിക്കനും ഇവിടെ എത്താക്കാരം മോനെ പറഞ്ഞയച്ചിരിക്കണം. അപ്പോൾ ഏതായാലും അതിക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു. ഉള്ളി നല്ലോണം വാടിയിരിക്കണം. കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് വെളിച്ചെണ്ണയും പറഞ്ഞ് അടുപ്പത്ത് വെച്ചതേനി കേട്ടോ. അങ്ങനെ ഏതായാലും ഉള്ളിയൊക്കെ ഇതാക്കണം കേട്ടോ. ഒരുവിധമൊക്കെ വാടി കിട്ടിയിരിക്കണം. ഇങ്ങനെ ചെളുപ്പമാണ് നമുക്ക് ചെയ്യാനേ. തോനെ നേരം ഇങ്ങനെ ഇളക്കി കുത്തിരിക്കൊന്നും വേണ്ട, അടി പിടിച്ചില്ല. ഉഷാറാണ് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചാൽ. പിന്നെ അതിലേക്ക് ഒരു 3-4 പച്ചമുളക് നമ്മൾ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. പച്ചമുളക് ഞാൻ അരക്കണേക്കും ചതക്കണേക്കും ഇട്ടിക്കണം. എന്നാലും ഇങ്ങനെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പാടെ ചതച്ചതാട്ടോ ഈ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതൊക്കെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടേ ഒരു പച്ച ചുവ ഉണ്ടാവുമല്ലോ. ആ ഒരു ഇതൊക്കെ ശരിയായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏതായാലും അപ്പോൾ ഒക്കെ ഒന്ന് വാടി കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടാൽ ചില ടൈമിനുണ്ട് ചട്ടീൻ്റെ അടിയിലൊരു പിടുത്തം. അപ്പോൾ ഒക്കെ നമുക്ക് എളുപ്പത്തേക്ക് പൊടികളൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ വെക്കുമ്പോൾ നല്ലോണം അങ്ങോട്ട് കൊയ്യണം ഉള്ളിലേ. കറുകറിയനായാലൊരു ഗതിയിടാം. അപ്പോൾ ഞാൻ പൊരിച്ചാത്ത കടായി ആക്കിയിട്ട് വെക്കണത്. പൊരിച്ച് കാണാൻ നേരമില്ലല്ലോ. അപ്പോൾ പൊരിച്ചാത്ത കടായി ആക്കിക്കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാക്കണം കുറച്ച് മുളകും പൊടി ഇടുന്നുണ്ട്. അപ്പോൾ കാശ്മീരിൻ്റെ ഒക്കെ മാറ്റത്തെ ചുവന്ന മുളക് കേട്ടോ അത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കില്ല ചിക്കൻ വെക്കുമ്പോൾ കേട്ടോ. നമ്മൾ കടായൊക്കെ വെക്കുമ്പോൾ പിന്നെ പച്ചമല്ലി വറുത്തങ്ങാണ്ടല്ലേ പിന്നെ അതിൽ ഇടുമല്ലോ.
പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ വലിയ ജീരകം പൊടിച്ചതാണ്, അതും പാടേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഏതായാലും പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ലേസം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അല്ലേ, നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ. ഞാൻ ആദ്യമൊന്നും യൂസ് ചെയ്യലില്ല കേട്ടോ. പിന്നെ ഞാൻ നിലമ്പൂർ പോയപ്പോൾ അങ്ങനെ ഒരു പേക്ക് വാങ്ങിയതിന്. അപ്പോൾ ഏതായാലും പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറൊന്നും അങ്ങോട്ട് മിക്സിൻ്റെ ജാറല്ല കേട്ടോ, തക്കാളി ജ്യൂസ് അടിച്ചതാണ്. തക്കാളി ഒരു 4-5 എടുത്തുങ്ങാണ്ട് ജ്യൂസ് അടിച്ചാണ് കേട്ടോ. അപ്പോൾ അതയക്കണം പാർന്നിട്ട് ഈ തക്കാളി നമ്മൾ ഇതിക്കണം പാരുമ്പോൾ അടി പിടിച്ചതൊക്കെ വേറിട്ട് കിട്ടുമല്ലോ അല്ലേ. അടിയിൽ പിടിച്ച് കിട്ടിക്കാന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് തക്കാളി നമ്മൾ ജ്യൂസ് അടിച്ച് പാരുന്ന സമയത്ത് അങ്ങോട്ട് വേറിട്ട് കിട്ടും. അങ്ങനെ ഏതായാലും അതൊക്കെ പാർന്ന് നമ്മൾ കുറച്ച് ചുവറ്റിങ്ങാണ് പാർന്നിട്ട് ആ ഒരു ഓർമ്മയിലാണ് ഫസ്റ്റ് ചുവറ്റി പാരുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും തക്കാളിൻ്റെ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് അങ്ങോട്ട് ചുവറ്റി പാർന്നിട്ട് ലേസം കൂടി വെള്ളത്തേക്ക് പാരണം കേട്ടോ. കുറച്ച് വെള്ളം, ഒരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. നല്ലോണം വെള്ളം വേണ്ടല്ലോ നെയ്ച്ചോറ്റക്ക്, കുറച്ച് കറി മതി. അങ്ങനെ ഏതായാലും മക്കളെ ഇതാക്കണേ നമ്മളെ പിന്നെ എന്താ പറയുക, ചിക്കൻ ഇടാനില്ലേ അത് അവിടെ റെഡി ആക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏതായാലും മോനും അപ്പൊക്ക് ചിക്കനൊക്കെ കൊടുന്ന് നിൽക്കണം കേട്ടോ. എളുപ്പം ഇപ്പാൻ്റെ വണ്ടിമ്മ പോയിങ്ങാണ്ട് കൊടുന്നതല്ലേ, ഇപ്പം ഒന്നും കിട്ടൂല. അപ്പോൾ എളുപ്പം തന്നെ ഇപ്പം പോയിങ്ങാണ്ട് എളുപ്പം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ചിക്കനൊക്കെ കിട്ടിയിരിക്കണം. പെരും വിലയാണ് മക്കളെ, ചിക്കനൊന്നും വാങ്ങൂല ഇപ്പോൾ, പെരും വിലയാണല്ലോ. അങ്ങനെ ഏതായാലും നല്ലോണം കേക്ക് വൃത്തിയാക്കി നമ്മൾ ഇതാക്കണം കേട്ടോ. വെള്ളം വാർന്നിട്ടാണ് ചിക്കനൊക്കെ അതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനി അതൊക്കെ കഴിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് അതുകൊണ്ട് അടച്ചേക്കാം. നല്ലോണം ഒന്ന് കത്തി തളച്ചിട്ട് പിന്നെ നമുക്കിത് സിമ്മിലുണ്ടാക്കി വെക്കാം. എന്നാലേ നല്ല വേവുള്ളൂ. ഗ്യാസുമൊക്കെ വെക്കുമ്പോൾ നല്ലോണം സ്പീഡിൽ അങ്ങോട്ട് കത്തിച്ച് വെച്ചാൽ പിന്നെ അതാണ് കരിഞ്ഞ് പോകുക ജിജോളൂ. ഇത് കുറച്ച് നേരം പിന്നെ നമ്മൾ ഒരു 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് കത്തിച്ചാൽ അങ്ങോട്ട് പിന്നെ അതൊന്ന് അങ്ങോട്ട് സിമ്മിലാക്കി വെക്കണം. എന്നാലേ അങ്ങോട്ട് ഇറച്ചിയൊക്കെ ഒന്ന് അങ്ങോട്ട് നല്ലൊരു പദമായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഇത് മക്കളെ ചുവന്ന കളറുണ്ട്, പക്ഷേ വീഡിയോയിലൊരു ജാതി കളറാട്ടോ, എന്താണെന്നറിയില്ല. അങ്ങനെ ഏതായാലും നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആക്കണം. നമ്മൾ ഇതുകൊണ്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ അതിൻ്റെ അടിയിൽ ഇത് തീമ വെച്ചിട്ട് പാത്രമോറിലും അങ്ങനെയൊക്കെ കഴിച്ചിരിക്കണം. അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതാക്കണ മക്കളെ ഇപ്പോൾ ചുവന്നമുളകും അതേമാതിരി ഏലക്കായി, പട്ട, ഗ്രാമ്പൂ, പിന്നെ പച്ചമല്ലിയും മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകവും വലിയ ജീരകവും പാടെ ഇട്ടിട്ട് കുരുമുളക് കേട്ടോ ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുകയാണ്. നമ്മൾ കടായി ഉണ്ടാക്കുമല്ലോ, അതാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ പൊരിച്ചാതെ കടായി വെക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇനി അത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ചിക്കൻ വെന്തിട്ട് നമുക്ക് അതേക്കാണ്ട് ഇട്ട് കൊടുക്കാം. അത്ര ഒരു പണി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ വെന്തൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൊടിച്ചതൊക്കെ നമ്മൾ അതിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടോ. ഒന്നും അങ്ങോട്ട് കറക്കി എടുത്തിക്കുകയാണ്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിക്കണം. ഇനി നല്ലോണം ഒന്നങ്ങോട്ട് അളക്കട്ടോ. ഇനി ഒന്നിങ്ങോട്ട് സിമ്മിൽ ഒന്നങ്ങോട്ട് തിളച്ചിട്ട് നമുക്ക് ഇതാണ് വാങ്ങി വെക്കുക. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചാതെ വെച്ചാലും കേട്ടോ. പൊരിച്ച് വെച്ചാൽ വേറെ ടേസ്റ്റ്, പൊരിച്ചാതെ വെച്ചാൽ അങ്ങനെ വേറെ രസം എന്ന് പറയാം. അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഏതായാലും ചിക്കനൊക്കെ അവിടെ റെഡി ആക്കണം. അങ്ങനെ ഏതായാലും അതൊന്നും അങ്ങോട്ട് അടച്ച് വെച്ച് പിന്നെ അതിൻ്റെ ഇതാക്കിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത് വിളമ്പാൻ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും മക്കളെ അതിൻ്റെ അടിയിൽ ചോറ് കൊണ്ടുപോകാൻ ആൾ വന്നിട്ടോ. അപ്പോൾ ഞാൻ അതിന് ആദ്യം തന്നെ ചോറ് ഉൾപ്പെടെ കൊടുക്കട്ടെ, അങ്ങോട്ടാണ് പിന്നെ പാത്രത്തിലൊക്കെ ആക്കുള്ളൂ. പെരും ചൂടിൻ്റെ കട്ടയാണ് ഇവിടെ വെന്തിട്ടുള്ളൂ. നേരം വെകിയാൽ പിന്നെ ആകൂല. അപ്പോൾ ഏതായാലും ഇനി അതിനുള്ള ചോറൊക്കെ കൊടുത്തു. ഇനി എളുപ്പം തന്നെ കൊണ്ടുപോകാൻ അല്ലത് എളുപ്പം അങ്ങോട്ട് ആക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വല്ലുള്ളിയും പിന്നെ ക്യാരറ്റും പച്ചമുളകൊക്കെ ചോപ്പറിൽ അങ്ങോട്ട് വെച്ചിട്ട് നമ്മളതായിട്ട് സുർക്ക പറഞ്ഞിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, തൈരിലേറെ രസമാണല്ലോ ഈ സുർക്ക പറഞ്ഞാൽ. പിന്നെ നമ്മൾ കുറച്ച് അച്ചാറും കൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, മാങ്ങച്ചാറ്. ചോറ് 2 പാത്രത്തിലും പിന്നെ ചിക്കനും അതേമാതിരി അച്ചാറും ഒക്കെ. അപ്പം മക്കളെ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.